ഓം ശ്രീ ഗണേശായ നമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിനായക ചതുർത്ഥിയാണല്ലോ. അപ്പോൾ ഗണപതി ഭഗവാനെ വന്ദിക്കുന്ന ഒരു ശ്ലോകം കുസുമമഞ്ജരി എന്ന വൃത്തത്തിലാണ്. സർവവിഘ്നഹരണക്ഷമോ ഗിരിവരാത്മജാ ഗിരിശനന്ദന രത്നഭൂഷിത വിഭൂഷണസ്തപന കോടിതുല്യമഹസാംനിധി വേദവാക്യഗണഗീത വൈഭവ നഗേന്ദ്രലാളിത കളേവരോ വാരണാനന വിനായക സഹി വിഭാസതാം മമ ഹൃദന്തരേ. ഇതാണ് ശ്ലോകം. ഇതിന്റെ അർത്ഥവും കൂടി ഒന്ന് പറയാം, എളുപ്പമാണെങ്കിലും. സർവവിഘ്ന ഹരണക്ഷമ, എല്ലാ വിഘ്നങ്ങളും നശിപ്പിക്കുന്നതിൽ സമർത്ഥൻ. ക്ഷമൻ എന്ന് പറഞ്ഞാൽ ശക്തൻ എന്നർത്ഥം, ശക്തനാണ്. അപ്പോൾ എല്ലാ വിഘ്നങ്ങളും നശിപ്പിക്കുന്നതിൽ ശക്തനും ഗിരിവരാത്മജ ഗിരിശനന്ദന, ഗിരിവരാത്മജയുടെയും ഗിരിശന്റെയും പുത്രനും, അതായത് പാർവതീദേവിയുടെയും പരമേശ്വരന്റെയും പുത്രനും, രത്നഭൂഷിത വിഭൂഷണ, രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട വിഭൂഷണങ്ങളോട് കൂടിയവനാണ്, അലങ്കാരങ്ങളോട് കൂടിയവനാ. അതായത് രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആഭരണങ്ങളോട് കൂടിയവനും, തപന കോടി തുല്യ മഹസാം, കോടി സൂര്യന്മാർക്ക് തുല്യമായ തേജസ്സുകളുടെ നിധിയാണ്, ഉറവിടമാണ്, അങ്ങനെയുള്ളവനും, വേദവാക്യ ഗണഗീത വൈഭവ നഗേന്ദ്ര ലാളിത കളേബര, സംസ്കൃതമാണ് അതൊക്കെ. അതായത് വേദവാക്യ ഗണം, അതായത് വേദത്തിലെ വാക്യങ്ങൾ, ആ വാക്യങ്ങളാൽ പാടപ്പെട്ടവനും, അതായത് പാടപ്പെട്ട വൈഭവങ്ങളോട് കൂടിയവനാണ്. അപ്പൊ വേദവാക്യങ്ങളാൽ കീർത്തിക്കപ്പെട്ട തൻ്റെ ആ വൈഭവങ്ങളോട് കൂടിയവനും, പിന്നെ നഗേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഹിമവാൻ, മുത്തശ്ശനാണ് ഗണപതിയിലെ ഹിമവാൻ. ആ ഹിമവാനാൽ ആളിക്കപ്പെട്ട കളേബരം, ഗാത്രത്തോട് കൂടിയവനാണ്. അപ്പോൾ വേദവാക്യങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ടവനും, അല്ലെങ്കിൽ വേദവാക്യങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ട വൈഭവങ്ങളോട് കൂടിയവനും, ഹിമവാനാൽ ലാളിക്കപ്പെട്ട ഗാത്രത്തോട് കൂടിയവനും ആയിട്ട് അങ്ങനെയുള്ളവനും, പിന്നെ വാരണാനന വിനായക, വാരണാനനാണ്, ആനയുടെ മുഖമുള്ളവനാണ്, പിന്നെ വിനായകൻ ഗണപതിയാണ്, അങ്ങനെയുള്ളവനുമായിട്ടുള്ള അദ്ദേഹം, അതായത് ആ ഗണപതി ഭഗവാൻ എന്നർത്ഥം. ആ ഗണപതി ഭഗവാൻ മമ ഹൃദന്തരേ, എൻ്റെ അതായത് ഹി എന്നുണ്ട്, ആ ഗണപതി ഭഗവാൻ തന്നെ മമ ഹൃദന്തരേ, എൻ്റെ ആ മനസ്സില് വിഭാസതാം, നന്നായി ശോഭിക്കണേ. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ഓം ശ്രീ ഗണേശായ നമഃ.